the Lord. ദൈവത്തിന് സ്തോത്രം. Before I begin sharing the word of God with you, I would like to say that in my human ability, I can preach 1,000 sermons, but none of that is going to build up your spiritual life. ദൈവവചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് മുൻപായി ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ശാരീരികമായ മാനുഷിക ബലം കൊണ്ട് 1000 പ്രസംഗം ചെയ്യാൻ കഴിയും. എങ്കിലും അതൊന്നും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുക്കയില്ല. Unless Jesus himself speaks, nothing is going to happen. യേശു നമ്മോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഒന്നും സംഭവിക്കയില്ല. Unless Jesus himself comes down and conducts this meeting, all our gathering is in vain. യേശു നമ്മുടെ മധ്യേ വന്ന് ഈ യോഗത്തെ നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ കൂടിവരവ് വൃഥാ ആകുന്നു. 1 minute shall we close our eyes. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. This evening Jesus should speak to us. ഇന്ന് രാത്രി യേശു നമ്മോട് സംസാരിക്കണം. We should all hear his sweet voice speaking into our hearts. നമ്മോട് അവൻ സംസാരിക്കുന്നതായ ആ മൃദുവായ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ ശ്രവിക്കണം. For that let us all praise God. അതിനായി നമുക്ക് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Stotra, 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 stotra. The topic of the studies these 3 days will be the last days. ഈ ദിവസങ്ങളിലുള്ള വേദപാഠത്തിന്റെ വിഷയം അന്ത്യനാളുകൾ എന്നുള്ളതാണ്. We'll read the last 2 verses of the Bible. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ദയവായി വായിക്കാം. He which testified these things saith, Surely I come quickly, Amen. Even so come, Lord Jesus. The grace of our Lord Jesus Christ be with you all, Amen. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളിച്ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Before we get into the studies, I want to tell you one thing. വേദപാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. I am not here to just feed you with some information. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻ തരുവാനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I am not just to tell you here what's happening around us and show you some signs to just provoke your emotions. നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ലക്ഷണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇളക്കപ്പെരുക്കം ഉണ്ടാക്കുവാനുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. You know what will happen if I do just that? ഇന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? Have you seen a person who's fast asleep? What will happen when you try to wake him up? ഒരു വ്യക്തി നല്ല ഉറക്കത്തിൽ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ ഉണർത്തുവാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? He will open his eyes, he'll look at you and turn the other side and sleep again. അദ്ദേഹം ഉണർന്ന് ഒരുപക്ഷെ നിങ്ങളെ നോക്കിയിട്ട് മറുവശം തിരിഞ്ഞു കിടന്നുറങ്ങും. So if I try to wake up by merely giving you information, you're only going to turn the other side and sleep once again. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ ഉണർത്തുവാൻ ശ്രമിച്ചാൽ വീണ്ടും നിങ്ങൾ മറ്റൊരു വശത്തേക്ക് മാറി ഉറങ്ങും. But we will pick out a few incidents about what's happening around us so that we might know what we should do to get prepared for the coming of the Lord. എന്നാൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതുമൂലം നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സഹായമാകുമാറ് ആ കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നു. In the Bible, the prophet said, Awake, awake, O Jerusalem. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, യെരൂശലേമേ ഉണരുക, ഉണരുക. Awake, awake, O Zion. സിയോനെ ഉണരുക, ഉണരുക. So, when the Bible says, Awake, Jerusalem, and awake, Zion, it means we are sleeping. വിശുദ്ധ വേദപുസ്തകം സിയോനും യെരൂശലേമും ഉണരുവാനായി പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നാം ഉറക്കത്തിലായിരിക്കുന്നുവെന്നാണ്. But the Bible doesn't say that. The Bible doesn't say awake Jerusalem, awake Zion. It says awake, awake Jerusalem, awake, awake Zion. വിശുദ്ധ വേദപുസ്തകം യെരൂശലേമേ ഉണരുക എന്നും സിയോനെ ഉണരുക എന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. സിയോനെ ഉണരുക, ഉണരുക, യെരൂശലേമേ ഉണരുക, ഉണരുക. So the double awake shows that we have gone into a deep sleep. 2 പ്രാവശ്യം ഉണരുക, ഉണരുക എന്ന് പറയുന്നതിന്റെ അർത്ഥം
നാം ഒരു ഗാഢനിദ്രയിലേക്ക് ആണ്ടുപോയിരിക്കുന്നുവെന്നാണ്. So God's desire and my desire is that we should all wake up through these studies. ദൈവത്തിന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹവും ഈ വേദപാഠ ക്ലാസുകളിലൂടെ നമുക്ക് ഒരു ഉണർവുണ്ടാകണമെന്നുള്ളതാണ്. That the Lord might command an awakening in our spirit. Shall we all praise God? നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു ഉണർന്നെഴുന്നേൽപ്പുണ്ടാകേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. Stotram, 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 stotram. Praise you, Jesus. Praise you, Lord. We praise you, Lord. We praise you, Lord. Praise you, we praise you, we praise you, we praise you, we praise you. Thank you, Lord. We thank you, Jesus. We praise you, we praise you, we praise you, we praise you, we praise you. Now there's a question that many people are asking, many Christians are asking. Jesus is coming soon. Jesus is coming soon. Is he really going to come soon? അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പല ക്രിസ്ത്യാനികളും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുമോ? This verse that we just read, surely I come quickly, was written 1900 years ago and it's still not fulfilled. നാം ഇവിടെ വായിച്ചു കേട്ടതായ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞതായ വാക്ക് 1900 വർഷങ്ങൾക്ക് മുൻപ് പ്രസ്താവിച്ചതാണ്. അത് നിറവേറുവാൻ പോകുന്നുവോ? It is still not fulfilled. അത് ഇന്നുവരെയും നിറവേറിയിട്ടില്ല. So even though we might preach sermons like this, behold he is coming quickly, it might look just like an attempt to frighten the church. കർത്താവിന്റെ വരവ് എത്രയും പെട്ടെന്ന് സംഭവിപ്പാൻ പോകുന്നുവെന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് സഭയെ ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണോ എന്ന് ചിന്തിച്ചേക്കാം. So some of us might sit back and say, oh, we've heard this 100 times, tell us something new. പലരും ഇത് ഞങ്ങൾ 100 പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, എന്തെങ്കിലും പുതിയ കാര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പ്രസ്താവിക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. So once again, is Jesus really going to come soon? ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, യേശു വേഗം വരുവാൻ പോകുന്നുണ്ടോ? Or just like they said 2000 years ago and he didn't come after that, are we going to preach he's coming soon and he's not going to come for another say 100 years? അതോ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതുപോലെ ഇതാ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വരാതിരുന്നത് പോലെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞാലും പിന്നെയും വരാതിരിക്കുമോ? Let us see from what's happening around in the world if Jesus really is going to come soon. ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എത്തി നോക്കിയാൽ കർത്താവ് വേഗം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. There are so many things that we can share with you about what's happening around the world, but we have no time to share all of them. അനേക കാര്യങ്ങൾ ലോക സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് വിവരിപ്പാനുണ്ടെങ്കിലും അവയെല്ലാം സ്പർശിക്കുവാൻ സമയം പോരാ. Now behind me there's a chart. എന്റെ പിന്നിൽ ഒരു ചാർട്ടുണ്ട്. Jesus said that one of the signs that will precede his coming is there will be many earthquakes. കർത്താവായ യേശു ക്രിസ്തു തന്റെ വരവിന് മുൻപായി അനേക ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് പ്രസ്താവിച്ചു. Now there have been earthquakes for many centuries. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ ഭൂകമ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. So is that going to be a sign that Jesus is going to come very soon? അങ്ങനെയാണെങ്കിൽ യേശു വേഗം വരുമെന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണോ അത്? We were going to see how earthquakes have been increasing. എങ്ങനെ ഭൂകമ്പങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. Now if you look at the chart behind me, there is some information, some statistics written there about how earthquakes have been increasing. എന്റെ പുറകിൽ തൂങ്ങുന്നതായ ആ ചാർട്ട് ശ്രദ്ധിച്ചാൽ എങ്ങനെ ഭൂകമ്പങ്ങളുടെ തോത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. In a time span of 800 years, from 1000 AD to 1800 AD, 800 years, there have been just 21 major earthquakes. 1000 മുതൽ 1000 ആണ്ട് മുതൽ 1800 വരെയുള്ള 800 സംവത്സരങ്ങളിൽ ഏതാണ്ട് 21 ഭൂകമ്പങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. So 800 years, 21 earthquakes. 800 വർഷങ്ങളിൽ 21 വലിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. The next 100 years, from 1800 to 1900, there have been 18 earthquakes. അടുത്ത 100 വർഷക്കാലം, അതായത് 1800 മുതൽ 1900 വരെ 18 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. In the next 50 years, there have been, that is 1900 to 1950, there have been 33 earthquakes. 1900 മുതൽ 1950 വരെയുള്ളതായ 50 വർഷങ്ങളിൽ 32 ഭൂകമ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. In the next 40 years, 1950 to 1990, there have been 93 earthquakes. 1950 മുതൽ 1990 വരെയുള്ളതായ 40 വർഷക്കാലം 93 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Within a shorter span of time, there have been more earthquakes. അങ്ങനെ ഈ ചെറിയ കാലയളവിനുള്ളിൽ
കൂടുതൽ ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. These are all major earthquakes. ഇവയെല്ലാം വലിയ ഭൂകമ്പങ്ങളാണ്. Now, within 40 years, there have been 93 earthquakes. That was at the bottom. 40 വർഷങ്ങൾ കൊണ്ട് 93 വലിയ ഭൂകമ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് അവസാനമായി കൊടുത്തിരിക്കുന്നത്. Last year alone, in 2008, there were 178 major earthquakes. കഴിഞ്ഞ വർഷം, അതായത് 2008 178 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. So look at the way the number of earthquakes is increasing. ഭൂകമ്പങ്ങൾ എത്രമാത്രം അധികരിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. Putting major and minor earthquakes together, last year alone there were more than 30,000 earthquakes. ചെറിയ ഭൂകമ്പങ്ങളും വലിയ ഭൂകമ്പങ്ങളും എല്ലാം കൂടെ ചേർത്താൽ കഴിഞ്ഞ വർഷം മാത്രം 30,000 ഭൂകമ്പങ്ങൾ ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു. So what is happening to this earth? ഈ ഭൂമിക്ക് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? Why is it shaking like never before? എന്തുകൊണ്ടാണ് ഈ ഭൂമി മുൻപെങ്ങുമില്ലാത്തവണ്ണം ഇങ്ങനെ ചാഞ്ചാടുന്നത്? Before we get to the answer, അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് we will consider one or two more things. 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. The biggest earthquake ever known in the history of man is yet to take place. ലോകത്തിൽ മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും ഭയാനകമായ ഭൂകമ്പം ഇനി സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. The Bible says it. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുന്നു. I say it again, the biggest earthquake recorded ever in the history of man is yet to take place. It's going to take place shortly. മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും ഭയാനകവും വലുതുമായ ഭൂകമ്പം ഇനി നിറവേറുവാൻ പോകുന്നതേ ഉള്ളൂ. If you turn to Revelation chapter 16 and read verse 18. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചാൽ, And there were voices and thunders and lightnings, and there was a great earthquake, such was not since men were upon the earth, so mighty an earthquake and so great. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്രേ വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. Also read verse 20. 20-ാം വാക്യം കൂടെ വായിക്കാം. And every island fled away, and the mountains were not found. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി. This earthquake is so big that islands and mountains are going to disappear. ഈ ഭൂകമ്പം ദ്വീപുകളും മലകളും കാണപ്പെടാതെ വണ്ണം അത്ര ഭയാനകമായ ഭൂകമ്പമായിരിക്കും. And it says, since men were upon the earth, such a big earthquake has not taken place. ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇത്ര ഭയാനകമായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. So this world is heading for another big devastating earthquake. ഈ ഭൂമി മറ്റൊരു വിനാശകരമായ ഭൂകമ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And because islands are fleeing away, this earthquake has to travel through the sea, which will cause tsunamis. ദ്വീപുകളെല്ലാം ഓടിപ്പോകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് സമുദ്രാന്തർഭാഗത്തുണ്ടായിട്ട് ദ്വീപുകളെല്ലാം അപ്രത്യക്ഷമാകും, സുനാമി പോലെ ഒന്ന് സംഭവിക്കും. Now we have to study one more thing. ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. This verse does not say this is the biggest earthquake since the earth was made. ഭൂമി ഉണ്ടായത് മുതൽ ഇന്ന് വരെയുള്ളതായ വലിയ ഭൂകമ്പം എന്നല്ല ഈ വാക്യം പ്രസ്താവിക്കുന്നത്. Bible says this is the biggest earthquake since man was made. മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഇന്ന് വരെയുള്ളതിൽ വലിയ ഭൂകമ്പം. Does this indicate that there must have been a big earthquake before man was made? അതിന്റെ അർത്ഥം മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപ് ഇതിനേക്കാൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടോ? I'm not going to tell this as a doctrine, just think about this. ഞാൻ നിങ്ങളെ അതൊരു ഉപദേശമായി പഠിപ്പിക്കുകയല്ല, എങ്കിലും അക്കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊള്ളുക. But this verse might indicate that there was a big earthquake before man was created. ഈ വാക്യം പറയുന്നതിന്റെ അർത്ഥം മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപ് മറ്റൊരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടാവണം. It could have been at the time when the angels fell, when the earth became without form and void. ഈ ഭൂമി പാഴും ശൂന്യവുമായി തീരത്തക്കവണ്ണം ദൂതന്മാർക്ക് വീഴ്ച സംഭവിച്ചപ്പോഴായിരിക്കണം അതുണ്ടായത്. Now comes the question, why is this happening? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യവും ഉദിക്കുന്നു. Why is the earth getting more and more unstable? എന്തുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ ചാഞ്ചാടുന്ന അനുഭവത്തിലായിരിക്കുന്നത്? The Bible has an answer for this. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനും ഉത്തരമുണ്ട്. Read Isaiah chapter 24 and verse 20.
യെശയ്യാ പ്രവചനം 24 അധ്യായത്തിന്റെ 20 വാക്യം ദയവായി വായിക്കാം. The earth shall reel to and fro like a drunkard, and shall be removed like a cottage, and the transgression thereof shall be heavy upon it, and it shall fall and not rise again. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കുകയുമില്ല. Here it is written, the earth will reel to and fro like a drunkard. ഇവിടെ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. And the reason for its instability is because its transgressions are heavy upon it. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നത് കൊണ്ടാണ് അതിനൊരു സ്ഥിരതയില്ലാതിരിക്കുന്നത്. So one reason why this earth is getting unstable is because sin is increasing. ഭൂമിയുടെ അസ്ഥിരതയ്ക്ക് ഒരു കാരണം പാപത്തിന്റെ വർധനവാണ്. So as sin increases, the Bible says sin has weight, and that weight is not the earth is not able to withstand that weight. പാപത്തിന് ഒരു ഭാരമുണ്ട്, ആ ഭാരം ഈ ഭൂമിക്ക് താങ്ങാനും കഴിയുന്നില്ല. And therefore it's begun to shake violently. അതുകൊണ്ട് ഈ ഭൂമി വളരെ വയലന്റ് അല്ലെങ്കിൽ അത് ചാഞ്ചാടുകയാണ്. We might build big mansions, but there's no guarantee one earthquake can destroy it all. നാം വലിയ കെട്ടിട സൗധങ്ങളൊക്കെയും പണിതുയർത്തുന്നുവെങ്കിൽ തന്നെയും അത് ഒരു ഭൂമികുലുക്കം കൊണ്ട് നിലംപരിചാകാനുള്ളതേ ഉള്ളൂ. As sin increases, the earth is going to become more and more unstable. ഭൂമിയിൽ പാപം വർദ്ധിക്കുന്തോറും ഭൂമി സ്ഥിരതയില്ലാത്തതായി മാറുകയാണ്. Now what is sin? എന്താണ് പാപം? We can give you a list of things that you do and say that this is sin, this is sin, this is sin. നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു വലിയ ലിസ്റ്റ് തന്നെ പാപമെന്ന് പറയാം. But the shortest definition that we can give for sin is anything that takes the soul of man away from God is sin. അതിന്റെ ഒരു ചുരുക്കത്തിലുള്ള നിർവചനം എന്ന് പറയുന്നത് മനുഷ്യാത്മാവിനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഏത് കാര്യവും പാപമാണ്. Anything that draws the soul of man away from God is sin. മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഏത് ചെറിയ കാര്യവും പാപമാണ്. Now more and more things are getting into this world to draw the soul of man away from God. ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചിഴയ്ക്കുന്നതായ അകറ്റുന്നതായ അനേക കാര്യങ്ങൾ നാൾതോറും വർദ്ധിച്ചു വരികയാണ്. Satan is infusing more and more things into the world to pull man's soul away from God. മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുവാനായിട്ട് പിശാച് അനേക കാര്യങ്ങൾ ഭൂമിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. Today, crores and crores of people are in this world, but how many are seeking God? ഇന്ന് കോടിക്കണക്കിന് ജനസമൂഹം ഭൂമിയിൽ ഉണ്ടെങ്കിലും എത്ര പേരാണ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ളത്? The Bible says there is none that seeketh after God. They are all together turned aside. They are all become filthy. പരിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. In 1963, in American schools, prayer was banned. 1963 അമേരിക്കയിലെ വിദ്യാലയങ്ങളിൽ പ്രാർത്ഥന നിർത്തൽ ചെയ്തു. No more praying in schools. ഇനി സ്കൂളുകളിൽ പ്രാർത്ഥിക്കണ്ട. How terrible. എത്ര ഭയാനകം. And the same year, 1963, when prayer was removed from schools, the theory of evolution was introduced into the textbooks. 1963 പ്രാർത്ഥന നിർത്തൽ ചെയ്ത അതേ വർഷം തന്നെ പരിണാമവാദ സിദ്ധാന്തവും കൂടെ സ്കൂളുകളിൽ പഠിപ്പിക്കുവാനായി തുടങ്ങി. Because that was the 100th year after Darwin had written his book called The Origin of Species. ഡാർവിൻ എഴുതിയതായ സ്പീസീസിന്റെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഉത്ഭവം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ 100ാം വാർഷികമായിരുന്നു അത്. He was trying to explain in his book how man evolved from the monkey. മനുഷ്യൻ എങ്ങനെയാണ് കുരങ്ങിൽ നിന്ന് പരിണമിച്ചത് എന്നാണ് അതിൽ പറയുന്നത്. So although that was not proved, although it was only a theory, we have to believe it, but still it was introduced into a textbook. It was pushed into science textbook as though it was science. അത് ഒരിക്കലും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതായ ഒരു കാര്യമല്ലായിരുന്നു, വെറും ഒരു തത്വം മാത്രമായിരുന്നു. എങ്കിലും അത് പഠിക്കുവാനായിട്ട് ശാസ്ത്ര പുസ്തകങ്ങളിലേക്ക് അത് കടത്തിവിട്ടു. They have pushed it as though it is science. അത് ശാസ്ത്രമാണെന്ന രീതിയിൽ അതിനെ സ്കൂളുകളിൽ കൊണ്ടുവന്നു. Even today it is only a theory, but people are accepting it as though it is science. ഇന്നും അത് ഒരു തത്വമായി മാത്രം ശേഷിക്കുകയാണ്. അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല, എങ്കിലും അത് ശാസ്ത്രമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. You know, there are so many scientists who don't believe in evolution.
ഈ പരിണാമവാദ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാത്ത അനേക ശാസ്ത്രജ്ഞന്മാരുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? I know one man who has participated in public debates. He has debated about more than 70 people. He was proving that God created the heavens and the earth, and those who opposed him were saying no, it was evolved, and he won all 70 debates. എനിക്കൊരു വ്യക്തിയെ അറിയാം. അദ്ദേഹം ഏതാണ്ട് 70 പരിണാമവാദ സിദ്ധാന്ത ശാസ്ത്രജ്ഞന്മാരോട് വാദിക്കുകയും അവരെല്ലാവരും അതേ മനുഷ്യൻ ഇങ്ങനെ പരിണമിച്ചുണ്ടായതാണെന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും ഇദ്ദേഹം അല്ല ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെന്നുള്ള വാദിക്കുകയും അവസാനമായി ആ വ്യക്തി ജയിക്കുകയും ചെയ്തു. In all 70 debates he won. എല്ലാ ആ 70 ഡിബേറ്റുകളിലും അവൻ ജയിച്ചു. So beloved, to say that God created the heavens and the earth is not a fisherman's story. There are people who are intelligent scientists who are supporting it. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നും ഭൂമിയെ സൃഷ്ടിച്ചെന്നുമുള്ളത് ആ ബുദ്ധിയില്ലാത്ത ആരുടെയെങ്കിലും ഒരു ചിന്താഗതിയല്ല. അത് വിശ്വസിക്കത്തക്കവണ്ണം യോഗ്യമായ രീതിയിൽ അനേക ബുദ്ധിമാന്മാരായ മനുഷ്യരും അത് വിശ്വസിക്കുന്നുണ്ട്. But why was it forced into textbooks? എങ്കിലും ഈ പരിണാമവാദം എന്തുകൊണ്ടാണ് സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം വന്നത്? Today even in Indian textbooks it is there. ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിലും അതുണ്ടല്ലോ. The reason is, if you say that God created the heavens and the earth, ആകാശവും ഭൂമിയും ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, then there's a God who's above you. നമുക്ക് മുകളിലായി ഒരു ദൈവമുണ്ട് എന്ന് വരും. We can't live as we like. അത് നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തിപ്പാൻ നമ്മെ അനുവദിക്കുകയുമില്ല. But if we can somehow insert this, that man came from nothing by himself, this earth came by itself, it created itself, then there is no God. We can live as we like. അഥവാ നാം ചിന്തിക്കുകയാണ് മനുഷ്യൻ സ്വയമായി ഇങ്ങനെ ഉളവായി വന്നതാണെന്നും പരിണമിച്ചുണ്ടായതാണെന്നും ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലായി ആരും കാണുകയില്ല. യഥേഷ്ടം പോലെ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാകും. So if there's no God, there is no accountability. You don't have to give account for how you live to someone up there. ദൈവമില്ല എങ്കിൽ കണക്ക് ബോധിപ്പിക്കത്തക്കവണ്ണം ആരോടും പറയേണ്ടതില്ല. You can live as you like. You decide what is right and what is wrong. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. എന്ത് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുകയും ചെയ്യാം. So when prayer was removed from Christian school, from American schools, and this theory that man evolved from a monkey was inserted as science, a new sinful generation sprang up. അങ്ങനെ പ്രാർത്ഥന സ്കൂളുകളിൽ നിന്ന് മാറ്റുകയും ഈ എവല്യൂഷൻ അഥവാ പരിണാമവാദ സിദ്ധാന്തം പഠിപ്പിക്കുവാൻ കൊണ്ടുവരികയും ചെയ്തതോടുകൂടി പാപം ഭൂമിയിൽ പെരുകുവാൻ തുടങ്ങി. A new sinful generation. ഒരു പാപഭംഗിലമായ ഒരു തലമുറ ഉടവെടുത്തു. That was the time when drug addiction increased. ആ സമയത്താണ് ലഹരിയുടെ ഉപയോഗവും വർദ്ധിച്ചു വന്നത്. That was the time when teenage sex increased. ആ സമയത്താണ് കൗമാരപ്രായത്തിലുള്ളതായ സെക്സ് ഇൻക്രീസ് വളർന്നു വന്നത്. That was the time when teenage violence and murder increased. ആ സമയത്താണ് കൗമാരപ്രായക്കാരുടെ ഇടയിൽ കൂടുതൽ അക്രമാസക്തമായി തീർന്നത്. And that was the time when rock music started blooming. ആ സമയത്താണ് റോക്ക് മ്യൂസിക്കും വർദ്ധിച്ചു വന്നത്. And that was the time when teenage suicides also increased. ആ സമയത്ത് തന്നെയാണ് കൗമാരപ്രായക്കാരുടെ ഇടയിൽ ആത്മഹത്യയും വർദ്ധിച്ചത്. Today that sin is increasing more than ever in this world. ഇന്ന് ലോകത്തിൽ പാപം മറ്റേത് കാലത്തെക്കാളും അധികമായി അധികരിച്ചിരിക്കുന്നു. Society is becoming a permissive society. It's permitting everything. ഇന്ന് സമൂഹം എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന ഒരു അനുവദനീയ സമൂഹമായി മാറിയിരിക്കുകയാണ്. What was not okay once upon a time is now okay. കഴിഞ്ഞ കാലങ്ങളിൽ അത് നിഷിദ്ധമായിരുന്നത് ഇന്ന് അതിനെല്ലാം ഓക്കെ പറയുകയാണ്. Once upon a time, in some years ago, homosexuality was classified under abnormal psychology, but now they have transferred it into normal psychology. ഒരു കാലത്ത് സ്വവർഗഭോഗമെന്ന് പറയുന്നത് അത് മനഃശാസ്ത്രത്തിൽ പെടാത്ത ഒരു കാര്യമായി വെച്ചിരുന്നു. മനഃശാസ്ത്രത്തിന് പുറത്തായിരുന്നെങ്കിലും ഇന്നത് മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. That means if a person is a homosexual, he is an abnormal person, he is not normal. ഒരു വ്യക്തി ഒരു സ്വവർഗരതിയിൽ ഏർപ്പെടുന്നയാളാണെങ്കിൽ അയാൾ നോർമലായ ഒരു മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. He is not normal, he is abnormal. നോർമൽ അല്ലാത്ത ഒരാളാണ് എന്നാണ് അർത്ഥം. But now they have shifted it. No, he is a normal person. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത്
അത് സാധാരണയായി അങ്ങനെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുകയാണ്. So the society is giving permission for sin. പാപത്തിന് സമൂഹം അനുവാദം നൽകുന്നു. Today laws are permitting sin. ഇന്ന് നിയമങ്ങൾ പോലും പാപത്തെ അനുവദിക്കുന്നു. So what do you expect? This earth is going to be more and more unstable as sin increases. പാപം വർദ്ധിച്ചു വരുന്നതോടുകൂടി ഈ ഭൂമിക്ക് അസ്ഥിരത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. Satan is greedy for the souls of men. മനുഷ്യന്റെ ആത്മാവിനു വേണ്ടി പിശാച് ദാഹിക്കുകയാണ്. He wants as many souls as he can. എത്രമാത്രം ആത്മാക്കളെ അവന്റെ പക്ഷം ചേർക്കാമോ അതിനായി അവൻ പ്രവർത്തിക്കുന്നു. Do you know every minute 100 people are dying? ഓരോ നിമിഷവും 100 പേർ മരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Even now as I talk to you, before I finish my sentence, 2 or 3 people have died somewhere in the world. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തിൽ അവിടെ ഇവിടെയായി 2-3 പേർ മരിച്ചിരിക്കും. How many of those souls, all of which God has made, are going to heaven? ദൈവം സൃഷ്ടിച്ചതായ ആ ആത്മാക്കളിൽ എത്ര പേരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? Second after second, minute after minute, souls are slipping into hell. നിമിഷം തോറും ജനങ്ങളിതാ നരകത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. The devil is sowing sins all over the world. പിശാച് ഭൂമിയിലെല്ലാം പാപം വർദ്ധിപ്പിക്കുന്നു. I have a brochure here with me, a menu card of a pizza store. ഒരു പിസ്സ കടയുടെ മെനു എന്റെ കയ്യിലുണ്ട്. It's a brochure from a pizza store in New Zealand. ന്യൂസിലാൻഡിലുള്ളതായ പിസ്സ വിൽക്കുന്നതായ ഒരു കടയുടെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിവരമാണ്. The name of the store is Hell. ആ കടയുടെ പേര് തന്നെ നരകമെന്നാണ്. And they have different kinds of pizza. Look at the color, it's black in color. അത് കറുപ്പ് നിറവുമായിരിക്കുന്നു. And the symbol is a symbol of a snake. ഒരു പാമ്പിന്റേതായ ആകൃതി അതിലുണ്ട്. And look at the different kinds of pizzas they are selling, the names of the pizzas. അവർ വിൽക്കുന്നതായ പലതരം പിസ്സയുടെ പേരുകൾ ശ്രദ്ധിക്കുക. One pizza is called lust. ഒരു പിസ്സയുടെ പേര് മോഹം. Another pizza is called sloth, laziness. മറ്റൊരു പിസ്സയുടെ പേരാണ് മടി. Another pizza is called pride. മറ്റൊരു പിസ്സയുടെ പേര് നിഗളം. Another pizza is called cursed. മറ്റൊന്നിന്റെ പേരാണ് ശാപം. Another pizza is called serpent. മറ്റൊന്നിന്റെ പേര് സർപ്പം. Another pizza is called spirit. മറ്റൊന്നിന്റെ പേര് ആത്മാവ്. Another spirit is called demon. Another pizza is called demon. മറ്റൊരു പിസ്സയുടെ പേര് ഭൂതമെന്നാണ്. So you look at the names of these pizzas. ഈ പിസ്സയ്ക്ക് അവർ നൽകിയിരിക്കുന്ന പേരുകൾ നോക്കുക. And then at the back of it, അതിന്റെ പുറകിൽ എഴുതിയിരിക്കുന്നത്, I'm going to read out what is written here. എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Your soul is something that sits there and doesn't do a thing. നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒന്നാണ്. The title is, if you haven't sold your soul yet, you should. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഇതുവരെ വിറ്റിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിൽക്കണമെന്നാണ് അതിന്റെ തലക്കെട്ട്. It says your soul is useless with you. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ പ്രയോജനശൂന്യമായിരിക്കുന്നുവെന്നാണ്. You can't see it. നിങ്ങൾക്കത് കാണുവാൻ കഴിയില്ല. You can't feel it. നിങ്ങൾക്ക് അതിനെ അനുഭവിപ്പാൻ കഴിയുന്നില്ല. When you're sleeping in the night, your soul can't keep you warm. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾക്ക് ചൂട് തരുവാൻ കഴിയുന്നില്ല. If you run out of milk in your house, your soul is not going to run out and get some milk from the dairy. നിങ്ങൾക്ക് പാല് തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പോയി പാല് വാങ്ങിക്കൊണ്ട് വരികയില്ല. So your soul is useless with you. Give it to us. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് പ്രയോജനമറ്റതാകിയാൽ ഞങ്ങൾക്ക് തരിക. And if you don't know how to get rid of your soul, we'll help you. നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ എങ്ങനെയാണെന്ന് അറിയുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. It's not hard to give your soul. നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അത് കഠിന കാര്യമല്ല. They've given a website and said, just visit us at this website and kiss your soul goodbye. നിങ്ങൾ ഈ പറയുന്നതായ കമ്പ്യൂട്ടറിലുള്ള വെബ്സൈറ്റിലേക്ക് പോകുക, നിങ്ങളുടെ ആത്മാവിനോട് എന്നേക്കുമായി നിങ്ങൾ ഗുഡ് ബൈ പറയുക. This is a pizza store run by a Satanist. ഒരു സാത്താനെ ആരാധിക്കുന്നതായ ഒരു വ്യക്തി നടത്തുന്നതായ പിസ്സയുടെ കടയാണത്. Now there's a simple question to ask here. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. He says our soul is useless. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ആത്മാവ് പ്രയോജനമറ്റതാണെന്നാണ്. Why does he want it? ഇങ്ങനെയാണെങ്കിൽ അവനെന്താണ് ഇതിന്റെ ആവശ്യം? The devil is a deceiver. പിശാച് വഞ്ചകനാണ്. He knows it's not useless. That's why he wants it.
അത് പ്രയോജനമറ്റതല്ല എന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് പിശാച് ആത്മാക്കളെ തേടുന്നത്. He knows how precious your soul is in God's sight. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ആത്മാവ് എത്ര വിലയേറിയതാണെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. You know, the devil is very angry with God. ദൈവത്തോട് വളരെ കോപിഷ്ഠനായിരിക്കുകയാണ് പിശാച്. But he can't take revenge on God. ദൈവത്തിന് വിരോധമായി അവനൊന്നും പ്രവർത്തിപ്പാനും കഴിയുന്നില്ല. Can the devil fight with God? ദൈവത്തോട് പോയി പിശാചിന് യുദ്ധം ചെയ്യാമോ? The devil will just blow him and he'll disappear into inexistence. ദൈവം അവനെ ഒന്ന് ഊതിയാൽ അവൻ ഇല്ലാതെയാകും. But there is one way the devil can take revenge on God. എന്നാൽ ദൈവത്തോട് അവന് പ്രതികാരം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. He knows that God loves man very much. മനുഷ്യനെ ദൈവം അധികം സ്നേഹിക്കുന്നുവെന്ന് പിശാചിന് അറിയാം. So if we can take the soul of man and push it into hell, he'll have his sweet revenge on God. മനുഷ്യന്റെ ആത്മാവിനെ അപഹരിച്ച് നരകത്തിലേക്ക് തള്ളുവാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് പ്രതികാരം ചെയ്യുന്നതായി അവനതിൽ തൃപ്തി ഉണ്ടാകും. So every minute he is laughing at God as he pushes souls into hell. അനേക ആത്മാക്കളെ ഓരോ നിമിഷം തോറും നരകത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ദൈവത്തിന് വിരോധമായി അവൻ പരിഹാസിച്ചിരിക്കുകയാണ്. So what can we do about this? ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? Are we just going to sit and watch people dying, going into hell forever? മനുഷ്യർ ഇങ്ങനെ നരകത്തിലേക്ക് മരിച്ചു പോകുന്നതായ അനുഭവം കണ്ട് എന്നും നാം വെറുതെ ഇരിക്കാമോ? Look at the way the devil is deceiving people. മനുഷ്യനെ വഞ്ചിക്കുന്നതായ വഞ്ചന, പിശാചിന്റെ വഞ്ചന നോക്കുക. Look at the way sins are being sowed into this world. എങ്ങനെയാണ് പാപം ലോകത്തിൽ വിതയ്ക്കപ്പെടുന്നത്? In the name of enjoying life, people are losing their souls and selling their souls to Satan. മനുഷ്യന് ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള പാപങ്ങൾ ലോകത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. People think that they are enjoying life while actually they are losing it. മനുഷ്യൻ ജീവിതം ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ജീവൻ അവൻ നഷ്ടപ്പെടുത്തുകയാണ്. And lest these people who are going after sin get fed up of sin and go to God, he invents new sins every now and then. ഈ ആളുകൾ അവരുടെ പാപപ്രവർത്തികളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി നാൾതോറും പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ പാപത്തിന്റേത് ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. So thousands and thousands of kinds of sins are being sowed into the world every day, only with one purpose: man, don't go to God. ഈ ലോകത്തിലേക്ക് ആയിരക്കണക്കിന് പാപത്തിൻ്റെതായ പല വിധത്തിലുള്ള വകഭേദങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് പോകാതിരിക്കുവാനാണ്. Today, if there is one power that can work against this sin, it's the power of Calvary. ഇന്ന് പാപത്തിന് വിരോധമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഏക ശക്തി എന്ന് പറയുന്നത് കാൽവറിയുടെ ശക്തിയാണ്. That's the power that was released from Jesus when he died on the cross. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ടതായ ശക്തിയാണത്. Sin can dance all around the world, but when it stands before the cross, it will tremble. ലോകത്തിലെല്ലാം പാപത്തിന് നൃത്തം വയ്ക്കാമെങ്കിലും കാൽവറിയുടെ മുൻപിൽ വരുമ്പോൾ ആ ക്രൂശിന്റെ മുൻപിൽ അവൻ വിറയ്ക്കും. Today, as the devil is working all around the clock to sow sin into the world, ലോകത്തിൽ പാപം വിതയ്ക്കുവാനായിട്ട് അക്ഷീണ പരിശ്രമം പിശാച് എല്ലാ മണിക്കൂറുകളിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, we the children of God, what are we doing so that the power of the cross might be released into the world? ലോകത്തിലേക്ക് ക്രൂശിന്റെ ശക്തി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവമക്കളാകുന്ന നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? What have we done so that the power of Jesus might put to rout the power of sin in this world? യേശുവിന്റെ ശക്തി പാപത്തിന് വിരോധമായി പ്രവർത്തിക്കത്തക്കവണ്ണം നാം ഇന്ന് എന്ത് ചെയ്യുന്നു? We as the church of God, are we just going to sit here and watch things happen as Satan is working havoc in the souls of men? മനുഷ്യന്റെ ആത്മാവിൽ പിശാച് വലിയ ദോഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭയാകുന്ന നാം വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയോ? We have the power to crush sin. പാപത്തെ തടുക്കുവാനുള്ളതായ ശക്തി നമുക്കുണ്ട്. You know, John Wesley was just one man. ജോൺ വെസ്ലി ഏകനായി പ്രയാണം ചെയ്തു. He traveled 250,000 kilometers on horseback in his lifetime. 2,50,000 കിലോമീറ്റർ തന്റെ ജീവിതകാലത്ത് കുതിരപ്പുറത്ത് സവാരി ചെയ്തു. He preached 4,000 sermons in his lifetime. തന്റെ ജീവിതകാലത്ത് 4,000 പ്രസംഗങ്ങൾ താൻ ചെയ്തു. He wrote 400 books in his lifetime.
തന്റെ ജീവിതകാലത്ത് 400 പുസ്തകങ്ങൾ താൻ രചിച്ചു. He was so busy working for God that after he died, a book was written about him. താൻ ദൈവത്തിനു വേണ്ടി ഇത്രമാത്രം അധ്വാനിച്ചതിന് ശേഷം താൻ നിദ്ര പ്രാപിച്ചതിന് ശേഷം തന്നെ കുറിച്ച് ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. The name of the book was England Before John Wesley and England After John Wesley. ജോൺ വെസ്ലിക്ക് മുൻപുള്ള ഇംഗ്ലണ്ട് എന്നും ജോൺ വെസ്ലിക്ക് ശേഷമുള്ള ഇംഗ്ലണ്ട് എന്നുമായിരുന്നു ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? That one man had the power to alter the history of the land. ആ ദേശത്തിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ തക്കവണ്ണം ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞു. Today the government can permit sin. ഇന്ന് സർക്കാരുകൾ പോലും പാപത്തെ അനുവദിക്കുന്നു. Society can permit sin. ശാസ്ത്രലോകം പാപം അനുവദിക്കുന്നു. But the church of God should not support this. എന്നാൽ ദൈവത്തിന്റെ സഭയോ പാപത്തെ ഒരിക്കലും അനുവദിച്ചുകൂടാ. The church of Christ should be filled with the spirit of Christ to resist sin. ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് പാപത്തെ എതിർത്ത് നിൽക്കണം. Shall we begin right here? ഇന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ആരംഭിക്കാം. Shall we close our eyes? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. We are going to spend about 3-4 minutes in prayer now. 3-4 മിനിറ്റുകൾ നാം പ്രാർത്ഥനയിൽ ചിലവഴിപ്പാൻ പോകുകയാണ്. Pentecostal brother, sister, you have an authority. പെന്തക്കോസ്തുകാരനായ സഹോദര സഹോദരി, നിങ്ങൾക്കൊരു അധികാരമുണ്ട്. In us dwells the mighty God who hates sin. പാപത്തെ വെറുക്കുന്നവനായ വലിയവനായ ദൈവം നമ്മിൽ വസിക്കുന്നു. Those who can be on their knees, please be on their knees. നിങ്ങളുടെ മുട്ടിന്മേൽ ഇരിക്കാൻ കഴിയുന്നവർ തങ്ങളുടെ മുട്ടിന്മേൽ ഇരുന്നാട്ടെ. Those who are seated on the chairs, please join us in prayer. കസേരകളിൽ ഇരിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ സഹകരിക്കുക. We are going to spend a few minutes fighting against sin. പാപത്തിന് വിരോധമായി പോരാടിക്കൊണ്ട് ചില നിമിഷങ്ങൾ നാം പ്രാർത്ഥിപ്പാൻ പോകുന്നു. Kerala belongs to Jesus. കേരളം യേശുവിനുള്ളത്. India belongs to Jesus. ഇന്ത്യ യേശുവിന്റേത്. This world belongs to Jesus. ഈ ലോകം യേശുവിന്റെ വക. But it has been stolen by the devil. എന്നാൽ പിശാച് അത് മോഷ്ടിച്ചിരിക്കുകയാണ്. But God has given the church the responsibility to redeem this world back to Jesus. ഈ ലോകത്തെ യേശുവിന് വേണ്ടി വീണ്ടെടുക്കുവാനായുള്ള ആ ഉത്തരവാദിത്വം സഭയുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. So let us now go in the name of Jesus. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നമുക്ക് പുറപ്പെട്ടു പോകാം. Let's use the name of Jesus and crush the powers of sin. പാപത്തിന്റെ ശക്തികളെ തകർക്കുവാനായി യേശുവിന്റെ ശക്തി നമുക്ക് ഉപയോഗിക്കാം. In Kerala, Jesus is Lord. ഈ കേരളത്തിൽ യേശു കർത്താവാകുന്നു. Every knee should bow, every tongue should confess that Jesus is Lord. ഓരോ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയുകയും വേണം. Let's lift up our voices. നമ്മുടെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. Oh Church of God, do not hold back your voices. സഭയെ നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ അടക്കി വെക്കരുത്. Let's pray with all our might. നമ്മുടെ എല്ലാ ശക്തിയോടും മുഴുശക്തിയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. Let's bind the powers of sin in Jesus' name. യേശുവിന്റെ നാമത്തിൽ പാപത്തിന്റെ ശക്തികളെ നമുക്ക് ബന്ധിക്കാം. Let every demon flee from Kerala. എല്ലാ ഭൂത പിശാചുക്കളും കേരളത്തിൽ നിന്ന് പായട്ടെ. Every demon flee from India. ഇന്ത്യയിൽ നിന്ന് സകല ഭൂതങ്ങളും ഓടിപ്പോകട്ടെ. Pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. Pray getting filled in the spirit. ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കാം. Mighty Jesus, Lord, all power is given unto you in heaven and in earth, O Lord. So in the name of Jesus, in the name of Jesus, we crush the powers of sin, O Lord. Thy name must be exalted in the land, O Lord. Thy name must be glorified, O Lord. Let India become a holy land once again, in the holy name of Jesus. Thank you, Lord. Jesus, we praise you. Thank you, Lord. We praise you, Jesus. We praise you. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, if one person inside this hall stops praying, this prayer will weaken. ഈ ഹാളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലക്ഷയമാണെന്ന് ഓർക്കുക. But if one person in this hall starts praying, this prayer will strengthen. എന്നാൽ ഓരോ വ്യക്തികളും ഇവിടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന വലിയ ബലമായിരിക്കും. Let us all have one mind in this thing. ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം. Sin has to be driven out. പാപത്തെ തൂത്തെറിയണം. India belongs to Jesus. ഇന്ത്യ യേശുവിന്റെ വക. Bind the powers of sin in Jesus' name. യേശുവിന്റെ നാമത്തിൽ എല്ലാ പാപശക്തികളെയും ബന്ധിക്കാം. Lord, mighty Savior, Lord, they looked
praise you, Lord. ശക്തികളെ എല്ലാം യേശുവിന്റെ നാമത്തിൽ Thank you, ബന്ധിക്കുന്നു. Jesus. അതേ പാപത്തിന്റെ അധികാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. Thank you, ശത്രുവിന്റെ Lord. അധികാരം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ശലഭകരബലാത്തിരായിടലബരംശിയ. Before we go into prayer once again, പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് I want to give you an example. ഒരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. Listen in the spirit. ആത്മാവിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. This happened in the country of Philippines recently. അടുത്ത സമീപകാലത്ത് ഫിലിപ്പൈൻസിൽ നടന്ന സംഭവമാണിത്. One man, he was a taxi driver. ഒരു ടാക്സി ഡ്രൈവറായ ഒരു വ്യക്തി, God spoke to him and said, I'm going to make you a minister in your workplace. നീ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഞാൻ നിന്നെ ഒരു ശുശ്രൂഷകനാക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞു. So he wondered, I'm a taxi driver, what's my workplace? ഞാനൊരു ടാക്സി ഓടിക്കുന്ന ആളാണ്, എന്റെ പ്രവർത്തന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? My workplace is the road. എന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് റോഡാണ്. So maybe God's going to make me his servant on the road. ഒരു പക്ഷേ ഞാൻ റോഡില് ഒരു വേലക്കാരനായി തീരാനായിരിക്കാം. Every day he used to go through a particular route. ഒരു പ്രത്യേക വഴിയായിട്ടാണ് അദ്ദേഹം ദിവസവും പോയിക്കൊണ്ടിരുന്നത്. And he would stop by at a bar. ആ പോകുന്ന വഴിയിലുള്ളതായ ഒരു മദ്യശാലയിൽ താൻ നിർത്തും. And there others would drink, but he would have soft drinks. മറ്റുള്ളവർ അവിടെ മദ്യം കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ലഘുപാനീയം താൻ വാങ്ങി കഴിക്കാറുണ്ട്. Slowly he befriended the manager of the bar. പതിയെ പതിയെ ആ കടയുടെ മാനേജറുമായിട്ട് അദ്ദേഹം സൗഹൃദത്തിലായി. So one day after a long conversation he started telling that manager about Jesus. അങ്ങനെ വളരെ നാളുകൾ ഇവര് തമ്മിലുള്ളതായ സൗഹൃദം വർദ്ധിച്ചു വന്നപ്പോൾ ഒരു ദിവസം യേശുവിനെ കുറിച്ച് ആ മാനേജരോട് പറഞ്ഞു. You know who that manager was? ആ മാനേജർ ആരായിരുന്നെന്ന് അറിയാമോ? He was a drunkard himself. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. He was a homosexual. അദ്ദേഹം ഒരു സ്വവർഗരതിക്കാരനായിരുന്നു. And he was doing a business having 35 prostitutes with him. 35 വേശ്യകളെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. But this man just listened to that gospel and didn't respond. സുവിശേഷം കേട്ടെങ്കിലും അതിന് താൻ ശ്രദ്ധിച്ചില്ല. No, he listened but he didn't answer. അത് കേട്ടുവെങ്കിൽ തന്നെയും അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. But after 1 week he called that taxi driver. ഒരാഴ്ചയ്ക്ക് ശേഷം ആ ടാക്സി ഡ്രൈവറെ വിളിച്ചു. And he said, I want to take baptism. എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. This man was shocked. ഈ വ്യക്തി അതിശയിച്ചു പോയി. He's going to take baptism. ഇദ്ദേഹം ഇത്ര പെട്ടെന്ന് സ്നാനപ്പെടുവാൻ പോകുന്നു. And he asked him, Lord, do I have the qualification to give baptism? കർത്താവേ, സ്നാനപ്പെടുത്തുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ? Anyway, he took the man and went to a nearby river and gave him baptism. ഏതായാലും ആ ആളിനെ വിളിച്ചുകൊണ്ടുപോയി അടുത്തുള്ള ഒരു നദിയിൽ പോയി സ്നാനം കൊടുത്തു. And the moment the man went into the water and came up, ആ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ this manager said, I feel some spirit has left me. എനിക്ക് ഇപ്പോൾ എന്നിൽ നിന്ന് ഏതോ ദുരാത്മാവ് പുറപ്പെട്ടു പോയതായി എനിക്ക് തോന്നുന്നു. All those old lusts have gone away from me. എന്റെ എല്ലാ മോഹങ്ങളും നീങ്ങിപ്പോയി. So he went back to the bar. ആ മദ്യശാലയിലേക്ക് തിരിച്ചുപോയി. And in 2 days, all those prostitutes started calling him up one by one. അടുത്ത 2 ദിവസങ്ങൾക്കകം ആ വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാവരും ഇദ്ദേഹത്തെ വിളിക്കുവാൻ തുടങ്ങി. What's this? You're not calling us and you're not giving us any job to do. ഞങ്ങൾക്ക് തൊഴിൽ തരുന്നില്ല. So this man, he didn't know what to do. He called that pastor, the taxi driver. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ടാക്സി ഡ്രൈവറെ ഇദ്ദേഹം വിളിച്ചു. And he called all 35 of those women. ആ 35 സ്ത്രീകളെയും വിളിച്ചു വരുത്തിയിട്ട് gathered them in a room and called this pastor and said, please tell them what you told me. എന്നോട് പറഞ്ഞ എന്താണെന്ന് ഇവരോടും പറയുവാൻ ആയിട്ട് അവരെല്ലാം ഒരു മുറിയിലാക്കിയിട്ട് പാസ്റ്ററോട് പറഞ്ഞു. So this taxi driver told them the gospel. ഈ ടാക്സി ഡ്രൈവർ അവരോട് സുവിശേഷം അറിയിച്ചു. All 35 of them accepted Jesus. All 35 took water baptism. ആ 35 പേരും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും 35 പേരും ജലസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. Then this man understood that God has a ministry for him in this area. അദ്ദേഹത്തിന് ഉടനെ മനസ്സിലായി തനിക്ക് ദൈവം ഒരു ശുശ്രൂഷ ഈ സ്ഥലത്ത് നൽകിയിട്ടുണ്ട് എന്ന്. So he and his wife shifted residence and came to that area near the bar. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ആ മദ്യശാലയുടെ സമീപേ അവിടെ വന്ന് താമസിപ്പാൻ ആരംഭിച്ചു. You know what his wife did? അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്തെന്നറിയാമോ? Every morning she would make sweetmeats or snacks for the neighborhood. Keep on praying over it and then distribute it freely to all the neighbors. ഓരോ ദിവസവും രാവിലെ മധുരപലഹാരം ഉണ്ടാക്കിയിട്ട് അതിന്മേൽ കൈവച്ച് സമയം വളരെയധികം പ്രാർത്ഥിച്ചതിന് ശേഷം ആ സമീപത്തുള്ളതായ എല്ലാ അയൽവാസികൾക്കും കൊടുക്കും. One day one man came up to her house and knocked at the door.
ഒരു ദിവസം ഒരു വ്യക്തി അവിടെ വന്ന് അവരുടെ കതകിന് മുട്ടി. And that man told her, I hear that you're giving sweetmeats to everyone and it's very good. Please, I would like to taste some. നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ മധുരപലഹാരം കൊടുക്കുന്നതായി ഞാൻ കേട്ടു. അത് നന്നായിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അതിലൽപ്പം രുചി നോക്കുവാൻ തരണം. So this taxi driver's wife gave that man some to eat. ഈ ടാക്സി ഡ്രൈവറുടെ ഭാര്യ അദ്ദേഹത്തിനും അത് ഭക്ഷിപ്പാനായി കൊടുത്തു. The moment he ate it, he was convicted of his sins. He repented and he accepted Jesus. അത് താൻ ഭക്ഷിച്ചു കഴിഞ്ഞ ഉടനെ തനിക്കും ഒരു പാപബോധം ഉണ്ടായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി. And you know what happened? That man was the owner of the bar. ആ ബാറിന്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. So this man said, now I have accepted Jesus. I can't run a bar anymore. ഞാൻ യേശുവിനെ സ്വീകരിച്ച ആളാണ്, ഇനിമേൽ എനിക്കൊരു മദ്യശാല നടത്തുവാൻ കഴിയുകയില്ല. So he said, I'll do one thing. I'm going to close down the bar. I'll convert it into a church. You be the pastor in the church, he told the taxi driver. ആ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ ഈ മദ്യഷാപ്പ് അടയ്ക്കുവാൻ പോകുകയാണ്. ഇവിടെ അതിന് പകരം ഒരു പള്ളി ആരംഭിക്കാം. നിങ്ങൾ അതിന്റെ പാസ്റ്ററായിരിക്കുക. So today that bar has become a church. The bar owner is there, the manager is there, and those prostitutes are there. They are the members of the church. അവിടെ ഇന്ന് ഒരു സഭയുണ്ട്. ആ സഭയിൽ ആ ബാറിന്റെ ഉടമസ്ഥനും അവിടുത്തെ മാനേജരും അവിടെ വേശ്യാവൃത്തി മുൻപ് ചെയ്തിരുന്നവരെല്ലാവരും ഇപ്പോൾ സഭയുടെ അംഗങ്ങളായി തുടരുകയാണ്. So look at how Jesus has the power to crush sin. എങ്ങനെ പാപത്തെ നശിപ്പിക്കുവാൻ യേശുവിന് കഴിവുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. That's why, dear brother and sister, if we can just pray here for 2 or 3 minutes, God can do mighty things. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ 2-3 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. Do you believe that you have a prayer answering God? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Do you believe that when you pray, God will answer your prayers? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Then we will close our eyes once again. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കാം. Sin might increase in the land, ദേശത്ത് പാപം വർദ്ധിക്കുന്നു. but we have a mighty Jesus. എന്നാൽ നമുക്ക് ബലവാനായ ഒരു യേശുവുണ്ട്. We have a mighty Savior. നമുക്കൊരു ബലവാനായ രക്ഷകനുണ്ട്. Even now as we lift up our voices to pray, നാം പ്രാർത്ഥിപ്പാനായി നമ്മുടെ ശബ്ദം ഉയർത്തുമ്പോൾ sin is trembling. പാപം വിറയ്ക്കുന്നു. Demons are trembling. ഭൂതങ്ങൾ വിറയ്ക്കുന്നു. Even now as we pray, ഇപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ the power released at Calvary is reaching out to people. കാൽവറിയിൽ നിന്ന് പുറപ്പെടുന്നതായ ആ ശക്തി ജനത്തിന്റെ ഇടയിലേക്ക് പോകുകയാണ്. Even now as we pray, ഇപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ some lost soul going into hell is turning back. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ട ചില ആത്മാക്കൾ തിരിച്ചു വരുന്നു. Some lost soul is coming back. നഷ്ടപ്പെട്ട ചില ആത്മാക്കൾ ഇതാ കർത്താവിലേക്ക് വരുന്നു. Some man who was thinking of committing suicide has changed his decision. ആത്മഹത്യക്കായി തുനിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ചില വ്യക്തികൾ നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ അവർ മടങ്ങി വരുന്നു. Pray brother, pray sister. സഹോദര പ്രാർത്ഥിക്കുക, സഹോദരി പ്രാർത്ഥിക്കുക. Mighty God, we believe, Lord, you're able to do exceeding abundantly above all that we ask or think. Right now, as a small group of people, we look to you, Jesus, Savior, mighty Lord, mighty Lord. ദൈവത്തിന്റെ ശക്തി, ജനത്തെ വിടിയിക്കുവാനായി പുറപ്പെട്ടു പോകുവാനായി അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കണമേ. പുറപ്പെട്ടതായ ആ പാപത്തെ നശിപ്പിക്കുന്ന ശക്തി, പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അതിൽ നിന്ന് വിടുവിക്കണമേ. ദേശത്തെ വിടുവിക്കണമേ, ജനത്തെ വിടുവിക്കണമേ. At this time, O Lord, you do that work. കർത്താവ് പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. We praise you, Lord. Thank you, Jesus. We praise you. We praise you. Thank you, Lord. We praise you. Thank you. How many of you believe in your own prayer? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? How many believe that when you pray just now it reached heaven? നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെത്തിയെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? How many believe that God has heard your prayers? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Then God will come down with power. അങ്ങനെയാണെങ്കിൽ ദൈവം ശക്തിയോടെ ഇറങ്ങി വരും. God will come down with holiness. ദൈവം വിശുദ്ധിയോടുകൂടി ഇറങ്ങി വരും. God will come down with the vision of Calvary. കാൽവറിയുടെ ദർശനത്തോടുകൂടി ദൈവം ഇറങ്ങി വരും.
Our God has answered our prayer. Let's praise God. ആ പ്രാർത്ഥന ദൈവം ഉത്തരം തന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. സ്തോത്രം, 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 സ്തോത്രം. പോകുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. പോകുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. പോകുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക നാം. പോകുക നാം We praise you, Lord. Thank you, Jesus. We praise you, Lord. Hallelujah. We may be only a small group of people in this place, ഇവിടെ നാം ഒരു ചെറിയ കൂട്ടമായിട്ടാണ് കൂടിയിരിക്കുന്നത്. but the power that is generated in this place is greater than all the powers in this universe. ഈ അഖിലാണ്ടത്തിലുള്ള സകല ശക്തികളെക്കാളും വലിയ ഒരു ശക്തിയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. Believing this, let's all praise God. ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്തോത്രം ചെയ്യാം. Stotra. Praise the Lord, 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 praise the Lord. Praise the Lord, 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 praise the Lord. We praise you. Thank you, Jesus. We praise you. Now we will move on to another sign pointing to the last times. അന്ത്യകാലത്തെ കുറിച്ചുള്ളതായ മറ്റൊരു ലക്ഷണത്തെ നമുക്ക് നോക്കാം. Let's turn to Luke chapter 17 and read verses 26 to 28. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ ദയവായി വായിക്കാം. They did eat, they drank, they married wives, they were given in marriage until the day that Noah entered into the ark, and the flood came and destroyed them all. Likewise also as it was in the days of Lot, they did eat, they drank, they bought, they sold, they planted, they builded. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. Here Jesus is pointing to 2 days where terrible destruction took place. കർത്താവായ യേശുക്രിസ്തു വലിയ നാശം സംഭവിച്ചതായ 2 പ്രത്യേക ദിവസങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. And Jesus said the things that happened before those days of destruction are happening again. മുൻകാലങ്ങളിൽ സംഭവിച്ചതായ ആ നാശകരമായ കാര്യങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത്. And Jesus said, when I come again, these things are going to happen again. ഞാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിച്ചിരിക്കും എന്ന് പറയുകയാണ്. But look at the list of things that Jesus is pointing out as signs of his second coming. തന്റെ വരവിന്റെ ലക്ഷണങ്ങളായിട്ട്, രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളായിട്ട് താൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. Suppose Jesus said, before I come in the last days, people will commit adultery, they'll murder, they'll swindle, they'll cheat, they'll steal, they'll speak lies. These things are understandable. യേശു ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുക, എന്റെ വരവിന് മുൻപായിട്ട് മനുഷ്യർ വ്യഭിചാരികളായി തീരും, അല്ലെങ്കിൽ ഭോഷ്ക് പറയുന്നവരായി തീരും, വഞ്ചകരായി തീരും, മറ്റു വിധത്തിലുള്ളതായ ദോഷം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. That's understandable. അത് മനസ്സിലാക്കാം. But look at the signs Jesus is pointing to. എന്നാൽ യേശു പറഞ്ഞതായ അടയാളങ്ങളൊന്ന് നോക്കുക. Before I come, people will be eating and drinking. ഞാൻ വരുന്നതിന് മുൻപായിട്ട് ജനങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യും. All the time people are eating and drinking, isn't it? Is that a sign? എല്ലായ്പ്പോഴും ജനങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു അടയാളമായി മാറുന്നത് എങ്ങനെ? We all eat 3 times a day. Is Jesus trying to say in the last days people are going to eat 5 times a day? നാം എല്ലാവരും 3 പ്രാവശ്യം ഭക്ഷിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണോ? നാം എന്റെ വരവിന് മുൻപായിട്ട് ജനങ്ങളെല്ലാം 5 പ്രാവശ്യം ഭക്ഷിക്കും. What's Jesus trying to say?
എന്താണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം? Is this a sign, eating and drinking? ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു അടയാളമായിരിക്കുന്നുവോ? In the last days before I come, people will get married and give in marriage. ഞാൻ വരുന്നതിന് മുൻപ് അന്ത്യനാളുകളിൽ ജനങ്ങൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യും. Every day throughout the centuries, weddings are always going on. Is this a sign of some special event? നൂറ്റാണ്ടുകളായി ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് അടയാളമായി മാറുന്നത്? In the last days, people are going to buy and they're going to sell. അന്ത്യകാലത്ത് ജനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. They're always buying, they're always selling. എല്ലാവരും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടായി. Last days, they're going to plant, they're going to build. അവസാന കാലത്ത് എല്ലാവരും നടുകയും പണിയുകയും ചെയ്യും. That's going to happen all the time. That's always been happening. Is this a special sign that Jesus is coming soon? അത് പണ്ടും നടന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത് നടക്കുന്നെങ്കിൽ എങ്ങനെയാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാകുന്നത്? Are these sins worth mentioning? ഇതെല്ലാം എടുത്തു പറയത്തക്കവണ്ണമുള്ളതായ പ്രാധാന്യമർഹിക്കുന്നതാണോ? Is eating and drinking and planting and building and buying and selling and marrying and giving in marriage sins? ഈ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം വിൽക്കുന്നതും വാങ്ങുന്നതും പണിയുന്നതും നടുന്നതും അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് കൊടുക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം അടയാളങ്ങളായി തീരുമോ? Why did Jesus mention these things? എന്തുകൊണ്ടാണ് യേശു ഇതെല്ലാം പ്രസ്താവിച്ചത്? This is going to happen all over the world. It's always happening. ഇതെല്ലാം ലോകത്തിൽ എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമാണ്. അത് ഇന്നും നടക്കുന്നുണ്ട്. What is the sin in this place? ഇതിൽ അടങ്ങിയിരിക്കുന്ന പാപം എന്താണ്? The sin is even children of God who have to have become God-seeking people, God-conscious people, God-lovers are going to be fully earthly minded. Even when they go to God for their eating and their drinking, for their buying, for their selling, for their marrying and their planting and their building. ദൈവത്തെ അന്വേഷിക്കേണ്ടതായ ദൈവത്തിന്റെ ജനം കൂടെ അവർ ദൈവസന്നിധിയിൽ ദൈവത്തെ അന്വേഷിപ്പാൻ പോകുമ്പോഴും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തിന്നുക, കുടിക്കുക, വിവാഹത്തിന് കൊടുക്കുക, വിവാഹം കഴിക്കുക, വിൽക്കുക, വാങ്ങുക, നടുക, പണിയുക എന്നിങ്ങനെയാണ്. We, the church of God, we are called the bride of Christ. ക്രിസ്തുവിന്റെ സഭയായ നമ്മെ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് വിളിക്കുന്നു. What will the bridegroom first of all expect from the bride? ഒരു മണവാളൻ മണവാട്ടിയിൽ നിന്ന് ഒന്നാമത് പ്രതീക്ഷിക്കുന്നത് എന്താണ്? What will a bridegroom expect from the bride? മണവാട്ടിയിൽ നിന്ന് മണവാളൻ എന്താണ് ആഗ്രഹിക്കുക? Love. സ്നേഹം. Let me ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Which is the last time you looked to Jesus and said, Jesus, I love you? എപ്പോഴാണ് നിങ്ങൾ യേശുവിനെ നോക്കി കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവസാനമായി പറഞ്ഞ സന്ദർഭം? Can you remember the last day you looked at Jesus and said, Jesus, you're my bridegroom, I love you? ഏതാണ് ഏറ്റവും ഒടുവിലായി നിങ്ങൾ കർത്താവിനെ നോക്കി കർത്താവേ നീ എന്റെ മണവാളനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞത്? We call ourselves the bride and we don't ask for those things. നാം മണവാട്ടിയാണ്, but we don't tell these things to Jesus. യേശുവിനോട് നാം ഇങ്ങനെയൊന്നും പറയാറില്ല. This is what the bride should say, Jesus, I love you. യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നാണ് മണവാട്ടി പറയേണ്ടത്. But instead, Jesus, I want my own house. Jesus, I want to expand my house. Jesus, I want to go abroad. Jesus, my visa is not ready. Jesus, I want to pass on my exams. Jesus, my job is not permanent. Jesus, my children are not getting married. Please give me a good mate for my child. These are the prayers that we are making. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ കർത്താവേ എൻ്റെ വീട് വലുതാക്കണം, എനിക്കൊരു വീട് പണിയണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ ലഭിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളതായ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണ്. That's what Jesus said is the sign of the last days. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അന്ത്യനാളുകളുടെ ലക്ഷണമായിട്ട് കർത്താവ് പറഞ്ഞത് ഈ കാര്യമാണ്. If the world eats and drinks and marries and gives in marriage and buys and sells, that's understandable. But the cruel thing is, even his church, his children who know him, his bride, even they are going to be indifferent to his love, and they are going to be earthly minded, always making earthly petitions to God. ലോകക്കാര് ഈ വിധത്തിലുള്ളതായ തിന്നുകയും കുടിക്കുകയും വിൽക്കുകയും വാങ്ങുകയും നടുകയും പണിയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി കർത്താവിന്റെ മണവാട്ടിയായ ജനം ഈ വിധത്തിലുള്ളതായ പ്രാർത്ഥനകളാണ് കഴിക്കുന്നത്, അപേക്ഷകളാണ് നൽകുന്നതെങ്കിൽ അവിടെയാണ് അന്ത്യനാളിന്റെ ലക്ഷണം. So, children of God who ought to be loving God, who have to be God-seeking, who have to be telling others about the love of God, have themselves become earthly minded, making earthly petitions. ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച്
ചിന്തിക്കേണ്ടവരായ അല്ലെങ്കിൽ സ്വർഗീയമായ കാര്യങ്ങളെ ചിന്തിക്കേണ്ടവരായ ദൈവത്തിന്റെ ജനം ഈ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ ശ്രദ്ധയുള്ളവരായി തീരുകയും ചെയ്യുന്നു. You know, what I'm telling you is a very terrible disease in the souls of many children of God. അനേക ദൈവമക്കളുടെ ആത്മാവിൽ ബാധിച്ചിരിക്കുന്നതായ ഒരു ഭയങ്കരമായ രോഗമാണിത്. Let me tell you something. I can preach this whole sermon on earthly mindedness, and at the end of this sermon your first request will be something earthly. ഈ ഭൗതികവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നീണ്ട പ്രസംഗം പ്രസംഗിക്കാം. എങ്കിലും ഒടുവിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി വരുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ആവശ്യവുമായിട്ടായിരിക്കും. So one sign of the last days is children of God who know God, they are not going to be heavenly minded children of God, they are going to be earthly minded children of God. They'll go to church but they'll be earthly minded. ലോകത്തിൽ ദൈവത്തെ അറിയുന്നതായ ദൈവത്തിന്റെ ജനം സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്, അവർ ലോകത്തിലെ കാര്യങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. So we don't realize he's coming soon. These are the days of the coming of the Son of Man. I must get ready, I must become like Jesus, and I'm not holy enough, I've got so many bad natures in me. Lord, please change me, I want to become like you. This is not our prayers. Our prayers are all earthly. നമ്മുടെ പ്രാർത്ഥന, കർത്താവേ നിന്റെ വരവ് എത്രയും പെട്ടെന്ന് സംഭവിപ്പാൻ പോകുന്നു, എന്നിൽ അനേക കുറവുകളുണ്ട്, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിന്റെ വരവിൽ ചേർക്കുവാൻ്റെ കൊണ്ട് ഒരുക്കണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. അതിന് പകരം നാം ഈ ഭൗമികമായ കാര്യങ്ങൾക്കായിട്ടാണ് അപേക്ഷിക്കുന്നതെല്ലാം. So our burdens are all earthly burdens. നമ്മുടെ ഭാരങ്ങളെല്ലാം ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്കാണ്. So Jesus said, my bride which is supposed to be full of me is going to be full of earthly things. എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ടതായ എന്റെ മണവാട്ടി ഇപ്പോൾ ലോക കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യേശു പറയുന്നു. That's why Jesus said, don't take thought about your life, what you should eat or what you should drink or what you should put on. The life is more than meat, life is more than raiment. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവൻ ഈ വസ്തുക്കളെക്കാളും വിലയേറിയതാണ്. I don't know how it is in Malayalam. In English it says take no thought for your life. Don't even think about it, what you're going to eat or what you're going to drink or what you're going to put on. Your heavenly Father knows that you need those things. You seek the kingdom of God. നിങ്ങൾ ഈ എന്ത് തിന്നും, എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് എന്നാണ് പറയുന്നത്. ഇവയെല്ലാം ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. Read that verse please in Matthew chapter 6. സുവിശേഷം 6-ാം അധ്യായത്തിൽ ആ വാക്യം വായിക്കാം. Verse 25. Therefore I say unto you, take no thought for your life, what ye shall eat or what ye shall drink, nor yet for your body what ye shall put on. Enough. In Malayalam please. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? In English it says take no thought, don't even think of it. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. If you are not supposed to think of it, how can you pray for it? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക? Can you pray without thinking? ചിന്തിക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? So what Jesus is saying is, your heavenly Father will supply all your earthly needs. You don't think of these things, you seek those things that are above. നിങ്ങളുടെ ഭൗമികമായ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നൽകിക്കൊള്ളും. അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, നിങ്ങൾ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് പറയുകയാണ്. One day I read a poem. ഒരു ദിവസം ഞാനൊരു പദ്യം വായിച്ചു. Two birds were talking to each other. രണ്ട് പക്ഷികൾ തമ്മിൽ സംസാരിക്കുന്നു. One bird is telling the other bird, ഒരു പക്ഷി മറ്റൊന്നിനോട് പറയുന്നത്, I don't know why these human beings are worrying so much. ഈ മനുഷ്യരെന്താണ് ഇങ്ങനെ ഇതിനു വേണ്ടി ഭാരപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. The other bird replies and tells the first bird, ആ മറ്റേ പക്ഷി ആദ്യത്തെ പക്ഷിയോട് മറുപടി പറഞ്ഞത്, I don't think they have a heavenly Father like we have. നമുക്കുള്ളതുപോലെ ഒരു സ്വർഗസ്ഥനായ പിതാവ് അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. That's why they are having to worry. അതുകൊണ്ടാണ് അവരിങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യാകുലപ്പെടുന്നത്. So what are these birds saying? The very reason our worrying itself shows that we don't have a God up there. ആ പക്ഷികൾ പറഞ്ഞത്, അതിന്റെ അർത്ഥം, നാം ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന്റെ അർത്ഥം നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവ് ഇല്ല എന്നാണ്. So the Father says, I will worry for you, I will care for you, you don't be worried at all, take no thought.
ഞാൻ നിങ്ങൾക്കായി വിചാരപ്പെടുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളും, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അതെല്ലാം ഞാൻ നൽകുമെന്നാണ് സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് പറയുന്നത്. We'll read another verse from scriptures, Colossians chapter 3 verse 2. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൂടെ വായിക്കാം. Set your affection on things above, not on things on the earth. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. It says, set your affection on things above, not on things on the earth. ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് തന്നെ, അങ്ങനെയാണോ? ഉയരത്തിലുള്ളത് തന്നെ. See, it's written, in Malayalam it's written better than in English. Seek only those things which are above. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. In other words, don't seek those things which are below. മറ്റ് ഭൗമികമായ കാര്യങ്ങൾ, താഴെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. That's the meaning of this verse. അതാണ് ഇതിന്റെ അർത്ഥം. Don't pray for earthly things. ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുകയേ വേണ്ട. Let me tell you this. ഞാൻ നിങ്ങളോട് പറയട്ടെ, if we stop praying for earthly things and pray only for heavenly things, all your earthly needs will be supplied. ലോകത്തിലെ വസ്തുക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാതെ സ്വർഗീയ കാര്യങ്ങൾക്കായി മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം സകലവും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നൽകി തരും. Some of you are praying for many material things, it's not getting supplied. അനേക ഭൗമികമായ ആവശ്യങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതൊന്നും നിറവേറുന്നില്ല. You know why? കാരണം എന്ത്? Suppose it's time for lunch and your child is supposed to come for lunch and it's not coming for lunch, it's playing with a toy. നിങ്ങളുടെ ഒരു കുഞ്ഞ് ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് വരേണ്ട സമയമായിട്ടും അതിന്റെ കളിപ്പാട്ടം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിപ്പാൻ വരുന്നില്ല എന്നിരിക്കട്ടെ. You say come for lunch, it's not listening to you, it's continuing to playing with the toy. നിങ്ങൾ പറയുകയാണ് കുഞ്ഞെ വരിക, ഭക്ഷണം കഴിക്കാൻ വരിക എന്ന് പറഞ്ഞാലും വരാതെ തന്നെ ആ കളിപ്പാട്ടത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. The child doesn't realize that lunch is more important than playing. ഈ ലഞ്ച് ഉച്ചഭക്ഷണമാണ് ഈ കളിയേക്കാൾ വലിയതെന്ന് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. So to teach what is important, to make it stop playing with the wrong things, what will you do? അതിന്റെ ശ്രദ്ധ ആ കളിയിൽ തന്നെ തുടരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? You'll take the toy, you'll grab it from the child and you'll put it back. First have your lunch and then I'll give it to you. ആ കളിപ്പാട്ടം അവന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റും. ഒന്ന് ആദ്യം പോയി നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് വരിക, പിന്നെ കളിക്കാം. That's what God is doing with us. ഇതാണ് ദൈവവും നമ്മോട് ചെയ്യുന്നത്. We have forgotten eternity, we have forgotten heaven, we have forgotten the things above, and we are playing with the toys here, temporal things of life. So God will pluck it and put it us back and say, first seek those things, then I'll give it to you. നാം ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, സ്വർഗീയമായതിനെ അന്വേഷിക്കുന്നില്ല, സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് ദൈവവും നമ്മുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ നൽകിത്തരാതെ അല്പം മാറ്റിവെക്കുകയാണ്. So if we start seeking those things that are above, God will surely supply all our earthly needs. ആ സ്വർഗീയമായ ഉയരത്തിലുള്ള കാര്യങ്ങളെ നാം അന്വേഷിക്കുകയാണെങ്കിൽ ദൈവം വാസ്തവമായി നമ്മുടെ എല്ലാ ഭൗമികമായ ആവശ്യങ്ങളും നൽകി തരും. But if we are going to pray for those things which are above so that we can have earthly needs, that's also selfish prayer. നമുക്ക് സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നത് ഭൗമിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അതും ഒരു സ്വയത്തിൽ നിന്നുള്ളവാകുന്ന കാര്യമാണ്. So we should learn to love heaven and love the things of heaven. നാം ദൈവത്തെ സ്നേഹിക്കുവാനും സ്വർഗീയമായതിനെ സ്നേഹിക്കുവാനും ഒരുക്കമായിരിക്കണം. So this is the sign of the last days in the church itself. People are becoming earthly minded. ഈ ഭൂമിയിൽ സഭയിലുള്ള ദൈവമക്കൾ ലൗകികരായി തീരുന്നു എന്നുള്ളതാണ് അവസാന കാലത്തെ ഒരു ലക്ഷണം. There is a verse in the Bible which says, my soul cleaveth to the dust. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ ആത്മാവ് പൊടിയിലേക്ക് ചേരുന്നു. It cleaveth to the dust. ആ പൊടിയോട് പറ്റിച്ചേരുന്നു. So what does that mean? എന്താണ് അതിന്റെ അർത്ഥം? It's unless God himself intervenes, we cannot come out of our earthly mindedness. ദൈവം തന്നെ നമ്മോട് നേരിട്ട് ഇടപെടുന്നില്ല എങ്കിൽ ഈ ഭൗമികമായ കാര്യങ്ങളിലുള്ള നമ്മുടെ മനസ്സിൽ നമ്മിൽ നിന്ന് മാറുകയില്ല. Read 2 Timothy chapter 2 and verse 4. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. No man that warreth entangleth himself with the affairs of this life, that he may please him who hath chosen him to be a soldier. പടച്ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. So there is something here called the affairs of this life. ഈ ലോകത്തിന്റെ കാര്യങ്ങളെന്ന് ചില വസ്തുക്കൾ ഉണ്ട്. What are those things? എന്താണ് ആ കാര്യങ്ങൾ? They are the necessary things, the necessities of life.
ജീവിതത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളാണവ. Studying, പഠിക്കണം, working, ജോലി ചെയ്യണം, marriage, വിവാഹം, promotion, ഉദ്യോഗക്കയറ്റം, property, വസ്തുവകകൾ, houses. വീടുകൾ. All these are the necessities of life. ഇതെല്ലാം ജീവിതത്തിന്റെ ആവശ്യങ്ങളാണ്. But what does this verse say? In that so-called necessity, there is an entanglement. ഈ ഭൗമികമായ ഈ ആവശ്യങ്ങൾ അഥവാ ജീവിതത്തിന്റെ ഈ ആവശ്യങ്ങളിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. So there is an entanglement. That means there's a snare there waiting in what is called necessary. I need it. It's essential. In that essentiality, there's a snare. ഇതെല്ലാം അത്യാവശ്യമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതിൽ തന്നെ ഒരു ചതി അടങ്ങിയിരിക്കുകയാണ്. So we have to be very careful while engaging with the needs of the life. Be not entangled. ഈ കാര്യങ്ങളിലെല്ലാം നാം ഇടപെടുന്നുവെങ്കിൽ തന്നെയും അതിലൊന്നും നാം കുടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. So once you get stuck there with your earthly needs, it's very difficult to come out. ഈ ലോകത്തിന്റെ ആവശ്യങ്ങളിൽ നാം കുടുങ്ങിപ്പോയാൽ അതിൽ നിന്ന് പുറത്തു വരുന്നത് അസാധ്യമാണ്, അല്ലെങ്കിൽ എളുപ്പമല്ല. Read also Psalm 44 verse 25 and 26. 44-ാം സങ്കീർത്തനത്തിന്റെ 24-25 വാക്യങ്ങൾ കൂടെ വായിക്കാം. 25-26. 25-26. For our soul is bowed down to the dust, our belly cleaveth unto the earth. Arise for our help and redeem us for thy mercy's sake. ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. So here's a man lying face down. His belly is stuck to the earth and his soul is also stuck to the earth. ഇവിടെ ഒരു മനുഷ്യന്റെ കാര്യം പറയുന്നത് അവന്റെ വയറും ഭൂമിയോട് പറ്റിയിരിക്കുന്നു, അവൻ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു. In English it says our soul is bowed down to the dust. ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിത് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. And this man is stuck there. He can't get up. So he's saying, Lord, please help me. ഇവിടെ ആ മനുഷ്യനിതാ ഭൂമിയോട് പറ്റിയിരിക്കുകയാണ്, അവന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. So to come out of our own earthly mindedness is humanly impossible. നമ്മുടെ ആ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് മാനുഷികമായി അസാധ്യമായ കാര്യമാണ്. One day I was preaching this in a school. ഒരു ദിവസം ഞാനൊരു സ്കൂളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ So I was telling them we actually don't have to be burdened about earthly things at all. ഈ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അവരോട് ഞാൻ പറഞ്ഞു. Seek God for God. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിനായി ജീവിക്കുക. You must go to God for God. ദൈവത്തിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് പോകുക. Don't go to God with other needs. മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് പോകേണ്ട. Seek first the kingdom of God. God will supply all your needs. മുൻപേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക, അപ്പോൾ ദൈവം സകലവും നൽകി തരും. After the meeting was over, one staff member came. ആ യോഗത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വന്നു. Her point was, brother, please pray for me. My son should get a visa to go to America. എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, അമേരിക്കയിൽ പോകുവാൻ ഒരു വിസയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് അവൾ പറഞ്ഞു. So all my sermon was, don't pray for this, pray for that, but the first request is pray for visa. ഇതിനു വേണ്ടി ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നുള്ളതായിരുന്നു എന്റെ പ്രസംഗ വിഷയം. അതെല്ലാമാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും പ്രാർത്ഥിപ്പാനായി വന്നപ്പോൾ ആദ്യമേ ഈ വിഷയമാണ് കൊണ്ടുവരുന്നത്. That's the meaning of soul sticking to the dust. അതിന്റെ അർത്ഥമാണ് ഇതാണ്, ഈ ആത്മാവ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. Unless God intervenes, all our burdens will be only earthly. ദൈവം നമ്മോട് ഇടപെടുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. Dear Pentecostal brother and sister, what is your burden about your children? പെന്തക്കോസ്തുകാരനായ സഹോദരി സഹോദര, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ ഭാരം എന്താണ്? Is it about their studying? അവരുടെ വിദ്യാഭ്യാസമോ? Or is it about their future? അവരുടെ ഭാവിയെ കുറിച്ചാണോ? Are we burdened that our children should become saints? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വിശുദ്ധരായി തീരണമെന്നൊരു ഭാരം നമുക്കുണ്ടോ? You know what the devil will do? പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? He will take advantage of our earthly mindedness and he will use us to build his kingdom instead of we building God's kingdom. നമുക്ക് ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ചുള്ളതായ ചിന്തയെ പിശാച് അതിന്റെ മുതലെടുത്തിട്ട് അവരെ അവന്റെ രാജ്യത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. He will use them to build his kingdom. അവന്റെ രാജ്യം കെട്ടിപ്പടുക്കുവാനായിട്ട് അവരെ ഉപയോഗിക്കും. Why are we here to build God's kingdom? നാം ഇവിടെ ദൈവത്തിന്റെ രാജ്യം പണിയുവാനായിട്ടാണ് നിൽക്കുന്നത്. If our children go to school, there they should build God's kingdom. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയാൽ അവിടെ ദൈവരാജ്യത്തെ പണിതുയർത്തുന്നവരായിരിക്കണം. If we go to work, in our workplace we should build God's kingdom. നാം ഒരു ജോലി സ്ഥലത്ത് പോയാൽ അവിടെയും ദൈവത്തിന്റെ രാജ്യം പണിയുന്നവരായിരിക്കണം.
But instead, what will happen? If we are earthly minded, what will happen? നാം ഭൗതികവാദികളാണെങ്കിൽ എന്താണ് സംഭവിക്കുക? Praise the Lord, God give me a promotion. ദൈവത്തിന് സ്തോത്രം, കർത്താവേ എനിക്കൊരു പ്രൊമോഷൻ തരണം. That God gave me, praise the ദൈവം Lord. എനിക്കൊരു പ്രൊമോഷൻ തന്നതിനായി സ്തോത്രം. That's a testimony, all right. അതൊരു നല്ല സാക്ഷ്യം തന്നെയാണ്. But that's only at an earthly level, that's not enough. അത് ഒരു ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്, അത് പോരാ. Our testimony should be, praise the Lord, God has given me 10 souls in my workplace. ദൈവം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 10 ആത്മാക്കളെ തന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. Praise the Lord, every afternoon about 10 of us are getting together and praying in our workplace. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാ ഉച്ചതിരിഞ്ഞ സമയങ്ങളിലും 10 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. So that should be a kingdom built on earth for God. അത് ദൈവത്തിന് വേണ്ടി പണിയപ്പെടുന്ന ഒരു രാജ്യമായിരിക്കണം. But that is not there. അത് സംഭവിക്കുന്നില്ല. But that should come. അങ്ങനെ സംഭവിക്കണം. Now we are going to pray for this now. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. See, I told you, we are not just going to heap up sign after sign just showing you that Jesus is coming soon. യേശു വരുന്നെന്നുള്ളതിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി വിവരിക്കുക മാത്രമല്ല നാം ചെയ്യുവാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. I can tell you sign after sign and tell you what's happening here, what's happening there, and then you listen to everything and say, oh, Jesus is coming soon. 2 days you'll get scared, and the 3rd day you'll be back to square one. എല്ലാ ലക്ഷണങ്ങളും കേട്ട് കഴിഞ്ഞതിന് ശേഷം യേശു വരുന്നു എന്ന് പറയും. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പഴയപടിയാകും. You'll sleep on the other side. വീണ്ടും തിരിഞ്ഞു കിടന്നുറങ്ങും. So that's not what we are here for. അതിനല്ല നാം വന്നിരിക്കുന്നത്. Through prayer we must wake ourselves up. പ്രാർത്ഥനയിലൂടെ നമ്മെ തന്നെ നാം ഉണർത്തേണം. So we should not just listen to these words as though we are listening to some philosophy. നാം ഏതെങ്കിലും തത്വശാസ്ത്രം കേൾക്കുന്നത് പോലെയല്ല ഈ വാചകങ്ങൾ കേൾക്കേണ്ടത്. The Bible says every time the early apostles preached, God authenticated or signed on their sermons with signs and wonders. ദൈവത്തിന്റെ വചനം പറയുന്നില്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ആദികാലത്ത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതായ വചനങ്ങളെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷി നിന്നു, അല്ലെങ്കിൽ ദൈവം അതിനെ ഒപ്പുവെച്ചു എന്നാണ് പറയുന്നത്. So it's not enough just to hear the word of God and go, God must do something. ഇത് കേട്ടതിന് ശേഷം പോവുക എന്നുള്ളതല്ല, ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. Right now God must do something. ഇപ്പോൾ തന്നെ ദൈവം ചിലത് നമ്മുടെ ഉള്ളിൽ ചെയ്യണം. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Jesus is coming very, very soon. അതെ, യേശു വേഗം വരുന്നു. And he said certain things are going to happen before I come. ഞാൻ വരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് യേശു പ്രസ്താവിച്ചു. But Christian brother and sister, that should not happen to you and to me. ക്രിസ്തീയ സഹോദര, ആ ലക്ഷണങ്ങൾ നിന്നിലും എന്നിലും സംഭവിക്കരുത്. Remember, Jesus is not just the supplier of your needs, he's your bridegroom. യേശു നിങ്ങളുടെ ആവശ്യങ്ങൾ നൽകി തരുന്ന ഒരാൾ മാത്രമല്ല, അവൻ നിങ്ങളുടെ മണവാളനാണ്. He's not just there to ask your earthly needs, he wants a relationship with you. നിങ്ങളുടെ ഭൂമിയിലെ ആവശ്യങ്ങൾ നൽകി തരുവാൻ മാത്രമല്ല, നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിപ്പാനത്രേ യേശു ആഗ്രഹിക്കുന്നത്. He's not just a doctor for your house to heal your sickness, he wants to be the head of your family. നിങ്ങളുടെ ഭവനത്തിലുള്ളതായ ഏതെങ്കിലും രോഗം സൗഖ്യമാക്കുന്ന ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, അവൻ നിങ്ങളുടെ ഭവനത്തിന്റെ നായകനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. Jesus said in the last days these things shall happen. അന്ത്യകാലത്ത് ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. The psalmist said, Lord, my soul is bowed down to the dust. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ആത്മാവ് പൊടിയോട് പറ്റിയിരിക്കുന്നു. Lord, my belly is touching the earth. ഓ കർത്താവേ, എന്റെ ഉദരം വയറ് ഇതാ ഭൂമിയോട് പറ്റിയിരിക്കുന്നു. And he says, Lord, help me. കർത്താവേ, എന്നെ സഹായിക്കണമേ. And he says, redeem me, Lord, for thy mercy's sake. കർത്താവേ, നിന്റെ ദയയാൽ എന്നെ വിടുവിക്കണമേ. We are also going to join the psalmist. നാം എല്ലാവരും ആ സങ്കീർത്തനക്കാരനോട് ചേരുവാൻ പോകുകയാണ്. Shall we all get together and ask the Lord to redeem us from earthly mindedness? ഈ ഭൗമികമായ ചിന്താഗതിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. From today, ഇന്ന് മുതൽ in our personal prayer, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, in our family prayer, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, in every prayer, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും all our needs should be heavenly minded. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗീയമായവയായിരിക്കട്ടെ. Jesus said, seek those things which are above. അതെ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് യേശു പറഞ്ഞു. Let your affections be on things above. നിങ്ങളുടെ ചിന്ത ആ സ്വർഗീയ കാര്യങ്ങളെ കുറിച്ചായിരിക്കട്ടെ. Then you will see that you have a heavenly Father who will supply your earthly needs as well. അപ്പോൾ നിങ്ങളുടെ ഭൗമികമായ ആവശ്യങ്ങളും നൽകി തരുന്നവനായ ഒരു സ്വർഗീയ പിതാവിനെ നിങ്ങൾക്ക് ദർശിപ്പാൻ കഴിയും. This is the Spirit working subtly in our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ വഞ്ചനയായി പ്രവർത്തിക്കുന്ന ഒരു വഞ്ചനയുടെ ആത്മാവത്രയത്. Let us all be on our knees. നമുക്കെല്ലാം മുട്ടിന്മേലിരിക്കാം. Only 2 or 3 minutes. 2 or 3 നിമിഷങ്ങൾ മാത്രം.
I want to tell you, brother, sister, we can just listen to this and just go away empty. ഇതെല്ലാം കേട്ടിട്ട് ശൂന്യമായ അവസ്ഥയിൽ മടങ്ങിപ്പോകുവാൻ സാധിക്കും പ്രിയരെ. But will there be one heavenly mind person who's converted from earthly mindedness to heavenly mindedness? ഈ ഭൗമികമായ ചിന്തകളിൽ നിന്ന് സ്വർഗീയമായ ചിന്തകളിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ? Will this Bible study be useful to one person this evening? ഈ ബൈബിൾ സ്റ്റഡി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉപകാരപ്രദമായി തീരുമോ? If this is the word of God, ഇത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ then surely hearts are going to be touched. നിശ്ചയമായും ഹൃദയങ്ങൾ സ്പർശിക്കപ്പെടുവാൻ പോകുകയാണ്. If this is the word of God, ഇത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ some souls are going to rise from the dust. അനേക ആത്മാക്കൾ പൊടിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോകുകയാണ്. Our God of deliverance is in our midst. അതെ, വിടുതലിന്റെ ഒരു വചനം നമ്മുടെ മധ്യേ ഉണ്ട്. Ye shall know the truth and the truth shall set you free. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. In the name of Jesus, rise up from the dust. യേശുവിന്റെ നാമത്തിൽ പൊടിയിൽ നിന്ന് എഴുന്നേൽക്കാം. Our Redeemer is in our midst. നമ്മുടെ രക്ഷകൻ നമ്മുടെ മധ്യേ, വീണ്ടെടുപ്പുകാരൻ നമ്മുടെ മധ്യേ ഉണ്ട്. He will surely set you free. അവൻ നിങ്ങളെ നിശ്ചയമായി സ്വതന്ത്രരാക്കും. May the Lord help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ തീർക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ. ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ. ദൈവമെന്നോർത്തിടുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ പൂർണ്ണമായി സമർപ്പിക്കുക. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാണ് ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ. ദൈവമെന്നോർത്തിടുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ പൂർണ്ണമായി സമർപ്പിക്കുക. കാഹളം ധ്വനിച്ചിടറാ, തന്റെ കാന്തയെ ചേർത്തിടറാ. നീയും അതിവേഗമുണർന്നു നിൻ രക്ഷകനെ എതിരേൽക്കുവാനൊരുങ്ങിടുക. നീയും അതിവേഗമുണർന്നു നിൻ രക്ഷകനെ എതിരേൽക്കുവാനൊരുങ്ങിടുക. കാഹളം ധ്വനിച്ചിടറായി, തന്റെ കാന്തയെ ചേർത്തിടറായി. നീയും അതിവേഗമുണർന്നു നിൻ രക്ഷകനെ എതിരേൽക്കുവാനൊരുങ്ങിടുക. 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 Hallelujah. 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 Praise. ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇന്നത്തെ ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ പ്രിയന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നല്ലോ. ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും മഹാമാരികളും അവിടെ ആയിട്ടുണ്ടാകുന്നു. ഇതൊക്കെയും
ഏറ്റുനോവിൻ്റെ ഒരാരംഭമാണ് വചനത്തിൽ വായിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് അടുക്കാം. ദൈവദിനത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, നമ്മുടെ കുറവുകളെ കണ്ടുണരുവാൻ, നമ്മുടെ യേശുവിലേക്ക് അടുക്കുവാനുള്ള അന്ത്യസമയമാണ്. ഒരു അന്ത്യനാഴിയിലേക്ക് നാം വന്നിരിക്കുന്നു. നമുക്ക് പറയാം, പ്രത്യാശയോട് കാത്തിരിക്കുന്നവർക്ക് പറയുവാൻ കഴിയും, അതേ യേശുവേ, ആമീൻ, കർത്താവേ, വേഗം വരണമേ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് പറയാൻ കഴിയും, അതേ യേശുവേ, ആമീൻ, കർത്താവേ, വേഗം വരണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഇവിടെ ജീവിതത്തെ ക്രമീകരിക്കാം. യേശുവിലേക്ക് നമുക്ക് അടുക്കാം, ജീവിതത്തെ ക്രമീകരിക്കാം. ഹല്ലേലൂയ. ഈ വേദപാഠ ക്ലാസ് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ്, നമ്മെ പൂർണ്ണപ്പെടുത്തുവാൻ വേണ്ടിയാണ്, തികവിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്, കർത്താവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മീറ്റിംഗ് ആയി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൗമ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ശ്രദ്ധ വയ്ക്കുകയല്ല. എത്രയോ ജനങ്ങൾ ഭൗമ്യമായ കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിന്റെ ലൈനിൽ മനുഷ്യൻ വിരഞ്ഞു കൊടുക്കുകയാണ്. പ്രാണൻ ഭൂമിയോട് പറ്റിയിരിക്കുന്നത് വചനത്തിൽ നമ്മൾ കേട്ടല്ലോ. ഇല്ല, നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. അവന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഭൗമ്യ കാര്യങ്ങൾ പിന്നാലെ വരും. മുൻപേ രാജ്യനീതി അന്വേഷിപ്പീൻ, അതുകൊണ്ട് സകലവും നൽകുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടതൊക്കെ തരുവാൻ നമ്മുടെ യേശുവിന് കഴിയുമല്ലോ. നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് അടുക്കാം. കർത്താവേ, എന്നെ ഇന്ന് രാത്രികാലം ബലപ്പെടുത്തണമെന്ന് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പാടിയ കോറസ് നമുക്ക് വീണ്ടും പാടാം. തന്റെ കാന്തയെ ചേർത്തിടാ, നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. കാഹളം ധ്വനിച്ചിടാ, തന്റെ കാന്തയെ ചേർത്തിടാ, നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. കാഹളം ധ്വനിച്ചിടാ, തന്റെ കാന്തയെ ചേർത്തിടാ, നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. നീയും അതിവേഗം ഉണർന്നു നിന്റെ ശരണരെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah. Praise, praise, praise. Hallelujah, hallelujah. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുകൊണ്ട് ഇങ്ങനൊരു ക്രമീകരണം നമ്മൾ കർത്താവ് ചെയ്തിരിക്കുകയാണ്. സുവിശേഷ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ, വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്കൊരവസരം ഇവിടെ തന്നിരിക്കുന്നല്ലോ. നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന ഈ മഹത്വമേറിയ വിലയേറിയ സമയത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.
ഈ പട്ടണത്തെ ന്യായം വിധിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല. സുവിശേഷം കേട്ടില്ല, അറിഞ്ഞില്ല, ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, ശ്രേഷ്ഠമായിട്ടുള്ള സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ഇവിടെ സംസാരിക്കുന്ന ഓരോ വചനങ്ങളും ആകാശവും ഭൂമിയും സാക്ഷ്യത്തിനായി വരുമെന്ന് വചനത്തിൽ വായിക്കുന്നല്ലോ. പറയുന്ന ഓരോ വചനങ്ങളും ആകാശം ഭൂമിയും സാക്ഷ്യത്തിനായിട്ട് വരുമ്പോൾ കേട്ടില്ല, ഗ്രഹിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ തുറന്നുള്ള ദിവസങ്ങളിൽ ദേശവാസികൾ എല്ലാവരും ഒന്ന് ചേരുവാൻ സഹായിക്കണം. അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ ഹാളിന് ഉള്ളിലും പുറത്തു നിൽക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ഇന്ന് രാത്രികാലം ബലപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുവാൻ പ്രിയ ദാസന്മാരെ ദൈവം ശക്തിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കൾ മടങ്ങിപ്പോകുന്ന യാത്ര ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അത്ഭുതമായിട്ട് പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നാളെയും മറ്റന്നാളുടെ മീറ്റിംഗിലും എല്ലാവരും ഒന്ന് സംബന്ധിപ്പാൻ സഹായിക്കണം. നാളത്തെ മീറ്റിംഗിൽ ഇതിനുപരിയായി ജനം കടന്നു വരും. അതിനാൽ ഇപ്പോഴേ പറയുകയാണ്, വരുന്ന ദൈവമക്കൾ വന്നിരിക്കുന്നവരോട് പറയുന്നു, പരമാവധി നിങ്ങൾ മുൻപോട്ട് ഇരിക്കണം. നമുക്ക് ഇടം പോരാ. അതിനാൽ എല്ലാവരും സഹകരിക്കുക. നേരത്തെ തന്നെ കൂടി വരിക. 6 മണിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥനയോടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. അതിനാൽ എല്ലാവരും കടന്നു വന്ന് ദിവ്യ കൃപകളെ പ്രാപിപ്പാൻ സഹായിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ദൈവം അകത്തുള്ള ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ വായിലൊക്കെയും അതേ ഒരേ വാക്കായിരിക്കട്ടെ, അതേ ആമീൻ കർത്താവേ വേഗം വരണമേ. എപ്പോഴും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ആത്മാവിനാൽ ഞരങ്ങി നിലവിളിച്ച് കുറവുകളെ കുറ്റങ്ങളെ കണ്ടു നടന്ന് കർത്താവിലേക്ക് അടുക്കുവാൻ ദൈവത്തിന് കൃപ തരട്ടെ. ഏത് ഭാവികളെ പോലും കർത്താവ് രക്ഷിക്കുന്നവനാണ്. അതിനാൽ ഗുരുരതയിലും പാപത്തിന്റെ ലൈനിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിക്കൽ വചനം കേട്ടുവെങ്കിൽ അവിടെ രക്ഷപ്പെടിന്റെ കാരണമായി തീരട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിന്മാറ്റവസ്ഥയിരിക്കുന്നവരെ ദൈവം മടക്കി വരുത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സകലമാനമകത്ത് കർത്താവ് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ 1-ാം രാത്രിയിലെ ബൈബിൾ ക്ലാസ്സിനെ അവിടുന്ന് തന്നെ നടത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ രാത്രികാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യാശയുടെ പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിപ്പാൻ സഹായിച്ചതിനാൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന് വിലയേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവെ, ഇതാ ഞാൻ വേഗം വരുന്നു, ആമീൻ കർത്താവായ യേശുവേ വരണമേ എന്നുള്ളതായ തിരുവചനത്തെ ആസ്പദമാക്കി നിങ്ങളോട് സവിസ്തരമായി സംസാരിച്ചതിനാൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളായ ഭൂമങ്ങളെയും കുറിച്ചും ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം കർത്താവേ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്മാരിൽ സംഭവിക്കും എന്നുള്ള തിരുവചനത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ രാത്രികാലം കേട്ട വചനങ്ങൾ അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, രക്ഷപ്പിന് കാരണമായി തീരുവാൻ ദൈവമായ കർത്താവേ നീ അവനെ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വചനം വെച്ച് ന്യായം ഭരിക്കുന്ന ഒരു ന്യായ ദിവസങ്ങളിലെ കർത്താവേ, ആ ദിവസങ്ങൾ ധൈര്യത്തോടെ നിൽപ്പാൻ, ദൈവനുസരിച്ച് അൻപ്രകാരം ജീവിപ്പാൻ ഈ രാത്രികാലം വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവേ നീ അവനെ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വാരിവേറിയായി ദൈവത്തിന് വചനം നൂറുമേനിയായി ഫലം കായ്പാൻ അവിടുന്ന് സഹായിക്കണമേ. തിരുവചനം ഘോഷിപ്പാനായി നിന്റെ ദാസന്മാരെയും അവിടുന്ന് ശക്തീകരിച്ച്
ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം നടക്കുന്നതായ ബൈബിൾ ക്ലാസ്സിൽ മുഖാന്തരമായി അനേക പാപികൾ രക്ഷിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ദൈവമായ കർത്താവേ നീ ഒന്ന് സഹായിക്കണമേ. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാറ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളതായ വേനത്തെ അനുസരിപ്പാൻ അനേകരുടെ ജീവിതത്തിൽ അവിടുന്ന് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ സമൂഹങ്ങൾ കർത്താവിന്റെ വരനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ ഞങ്ങളേവരും കർത്താവിന്റെ വരന് വേണ്ടി ഒരു ജീവിപ്പാനും സഹായിക്കണമേ. എല്ലാവരുടെയും മടക്കയാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. തുറന്ന ബൈബിൾ ക്ലാസിനെയും അവിടെ തന്നെ അടുത്ത് അനുഗ്രഹിക്കണമേ. വേഗം കർത്താവിന്റെ തിരിയിൽപ്പാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായും പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.